ഈ വന്തോഷം എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് സബഉൽ മൂബിഖാത്താണ് മാത്രമാണ് വന്തോഷമെന്ന്. അല്ല, സബഉൽ മൂബിഖാത്ത് മാത്രം വന്തോഷമെന്ന് മനസ്സിലാക്കി വെച്ചത് തെറ്റാണ്. എവിടുന്ന് മനസ്സിലാക്കാൻ പറ്റി? നാം മനപ്പാടമാക്കി വെച്ച 7 സബഉൽ മൂബിഖാത്ത് ഉണ്ടല്ലോ, അതിൽ പെടാത്ത 2 എണ്ണത്തെ ഇതിൽ പറഞ്ഞു. അലാ ഉറബ്ബിഉകും ബി അക്ബറിൽ കബായിർ, വന്തോഷത്തെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്ന ചോദ്യം ചോദിച്ചിട്ട് ഉഖൂഖുൽ വാലിദൈനി വശഹാദത്തു സൂർ, മാതാപിതാക്കളെ ദ്രോഹിക്കുക, കള്ള സത്യം ചെയ്യുക, ഷഹാദത്തു സൂർ, കള്ള സത്യം ചെയ്യുക. ഈ 2 എണ്ണത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിൽ പെടുത്തി? വന്തോഷങ്ങളിൽ പെടുത്തി. അപ്പോൾ സബഉൽ മൂബിഖാത്ത് എന്ന 7 എണ്ണത്തിൽ മാത്രം പരിമിതമല്ല എന്നതിലേക്കും നിങ്ങൾ തെളിവ് കേട്ടു. എന്ത്? വന്തോഷം. സബഉൽ മൂബിഖാത്ത് എല്ലാവർക്കും അറിയാമല്ലോ. ഇബ്നു അബ്ബാസ് പറയുന്നു, ഈ വന്തോഷം എന്ന് പറഞ്ഞാൽ 7നേക്കാൾ 70ലേക്കാണ് അടുത്തത്. ഹുവ അഖറബു ഇല 70 മിന 7. അതുകൊണ്ട് തന്നെ ഈ വന്തോഷങ്ങളെക്കുറിച്ച് പുസ്തകങ്ങൾ, പ്രത്യേക ഗ്രന്ഥങ്ങൾ അതിനുവേണ്ടി എഴുതിയിട്ടുണ്ട് പല പണ്ഡിതന്മാർ. അങ്ങനെയുള്ള ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ 40 വാല്യമുള്ള താരീഖുൽ ഇസ്ലാം എന്ന ഗ്രന്ഥം ഈ ഞാൻ ചർച്ച ചെയ്യുന്ന കബായിർ എന്ന ഗ്രന്ഥം രചിച്ച പണ്ഡിതനായ ഇമാം ദഹബിയുടെ ഗ്രന്ഥമാണ്. മനസ്സിലായില്ലേ? അദ്ദേഹത്തിന് സിയറു അഅലാമുൻ നുബല എന്ന ഗ്രന്ഥവും അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അത് 25 വാല്യമാണ്. നമ്മുടെ നേതാക്കളുടെ ഹിസ്റ്ററി അതിലുണ്ട്, നമ്മുടെ ചരിത്രകാരന്മാരുടെ ഹിസ്റ്ററി അതിലുണ്ട്, നമ്മുടെ റിപ്പോർട്ടകന്മാരുടെ ഹിസ്റ്ററി അതിലുണ്ട്, നമ്മുടെ രാജാക്കന്മാരുടെ ഹിസ്റ്ററി അതിലുണ്ട്, നമ്മുടെ ഖലീഫമാരുടെയും അമീറന്മാരുടെയും ഹിസ്റ്ററി അതിലുണ്ട്. ആരെഴുതിയതാണ്? ഈ ദഹബി എഴുതിയതാണ്. ആ ദഹബി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 76ഓളം ഇനങ്ങൾ എണ്ണുകയാണ് വന്തോഷങ്ങളുടെ കൂട്ടത്തിൽ. വന്തോഷം 7ൽ പരിമിതമല്ല എന്നത് അദ്ദേഹം കുറിക്കുന്നു. അതുപോലെ തന്നെ കേരളീയർക്ക് പരിചയമുള്ളതായ ഇബ്നു ഹജർ അൽ ഹൈതമി കേട്ടിട്ടുണ്ടല്ലോ. ഇയാള് അഥവാ ഹൈതമി എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി ഫിഖ്ഹിൽ പാണ്ഡിത്യമുള്ള വ്യക്തിയാണ്. ഈ ഹൈതമിക്കും എന്തുണ്ട്? കബായിർ എന്ന പേരിൽ ഗ്രന്ഥമുണ്ട്. മനസ്സിലായില്ലേ? വന്തോഷങ്ങൾ എന്ന ആ തലക്കെട്ടിൽ ഗ്രന്ഥമുണ്ട്. അതിൽ 90ന് ശേഷമുള്ളതായ വന്തോഷങ്ങൾ അദ്ദേഹം എണ്ണുന്ന കൂട്ടത്തിൽ കാണാം. ഖബർ കെട്ടിപ്പൊക്കലും, ഖബറിന്റെ പരിസരത്തിൽ അവിടെ വിളക്ക് കത്തിക്കലും, അവിടെ അനാചാരം കാട്ടലും, ഇതെല്ലാം അത് നേരിട്ട് ഖബറാളികളോട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന കാര്യമല്ല, മറിച്ച് അതിനു മുമ്പുള്ളതായ അപകടങ്ങളാണ്. അങ്ങനെയുള്ള അപകടങ്ങളെക്കുറിച്ച് വന്തോഷങ്ങളിൽ പെട്ടതാണ് എന്ന് ഹൈതമി പറയുന്നു. ഈ ഹൈതമി എന്ന് പറയുന്ന ആ പണ്ഡിതൻ യഥാർത്ഥത്തിൽ ഈജിപ്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ മക്കി എന്ന് ചേർത്ത് കാണാം, അഥവാ മക്കയിൽ താമസിച്ച ഈജിപ്തുകാരൻ. ഇത് എല്ലാവർക്കും പഠിക്കാനുള്ള ഭാഗമാണ്. ഈ വന്തോഷം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ പലരും ധരിക്കാറുണ്ട് അത് 7ൽ പരിമിതമാണ് എന്ന്. 7 അറിയാമല്ലോ എല്ലാവർക്കും, അറിയില്ലേ? അശ്ശിർക്കു ബില്ലാഹ്, ആദ്യത്തെ വന്തോഷം അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുക. അശ്ശിർക്കു ബില്ലാഹ് എന്നതിന് ആദ്യം വെക്കേണ്ട അർത്ഥം അങ്ങനെയാണ്. കാരണം റസൂലുള്ള അങ്ങനെയാണ് നമുക്ക് അർത്ഥം വെച്ച് തന്നത്. അദ്ദുആ ഹുവൽ ഇബാദ. അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്നു, സഹീഹ് ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പറഞ്ഞ ശേഷം ഇഖ്റഊ ഇൻ ശിഅ്തും, നിങ്ങൾ വേണമെങ്കിൽ ഓതിക്കോ. എന്ത്? ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത്, ഞാനാണ് നിങ്ങൾക്ക് ഉത്തരം ചെയ്യുക. എന്നിട്ട് അല്ലാഹു നിർത്തിയില്ല, ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, എന്നോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് വേണ്ട എന്ന് വെച്ചതായ വിഭാഗത്തെ ഞാൻ നരകത്തിൽ നിന്ദ്യരായി നികൃഷ്ടരായി നരകത്തിൽ പ്രവേശിപ്പിക്കുക തന്നെ ചെയ്യും. ഈ ആയത്ത് റസൂലുള്ളാഹി ഓതി. അപ്പോൾ ആയത്തിൻ്റെ അർത്ഥം വെക്കുന്നതിൽ ഏറ്റവും പ്രാധാന്യമുള്ളതായ അർത്ഥമാണ് എന്ത്? ആയത്തിന് ആയത്ത് കൊണ്ട് അർത്ഥം വെക്കുക, അല്ലെങ്കിൽ ആയത്തിന് ഹദീസ് കൊണ്ട് അർത്ഥം വെക്കുക. അപ്പോൾ ഖുർആനിൻ്റെ തഫ്സീറിൽ പ്രാധാന്യം നൽകപ്പെടുന്ന തഫ്സീറാണ് എന്ത്? ഖുർആനിൽ ഒരായത്തിനെ ആയത്ത് കൊണ്ട് വിശദീകരിക്കാൻ പറ്റുമെങ്കിൽ ഈ അർത്ഥം കുറിക്കുന്ന, ഈ തഫ്സീർ വിശദീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് നമ്മുടെ ഷെയ്ഖ് മുഹമ്മദ് അമീൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അദ്വാഉൽ ബയാൻ എന്ന ഗ്രന്ഥം. അദ്വാഉൽ ബയാൻ 10ൽ പരം വാല്യങ്ങളുണ്ട്. അത് ഇവിടെയുള്ള ലൈബ്രറികളിൽ കിട്ടും. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൻ്റെ പേരാണ് എന്ത്? അദ്വാഉൽ ബയാൻ ഫീ തഫ്സീറുൽ ഖുർആൻ
ബിൽ ഖുർആൻ, ഖുർആനിനെ ഖുർആൻ കൊണ്ട് വ്യാഖ്യാനിക്കാൻ പഠിപ്പിക്കുന്ന ഗ്രന്ഥം.